ഇങ്ങനൊരാള് മാല പരിശോധിക്കാൻ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മാല പരിശോധിക്കാൻ ഇദ്ദേഹത്തെ ഏത് ദിവസമാണ് വരുത്തേണ്ടതെന്ന് എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ ആ മാല ഇദ്ദേഹത്തെ കാണിച്ചാൽ എന്താ കുഴപ്പം? ദൈവികമായിട്ടുള്ള ആ മാല പുറത്തേക്ക് എടുക്കുവാനായി പ്രത്യേകം മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ഓരോ വർഷവും ആദ്യത്തെ പൗർണമി നാളിൽ മാത്രമേ അത് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത ദിവസങ്ങളില് ആ മാല തൊട്ട് അശുദ്ധമാക്കിയാൽ അതിന്റെ ശുദ്ധിയും ദിവ്യത്വവും നഷ്ടപ്പെടും. നീ വീണ്ടും എന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണോ? അതാണല്ലോ ഉള്ള സ്ഥിരം പരിപാടി. ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പറ്റിക്കുക. ഓ, നിന്റെ നിഷ്കളങ്കത മുതലാക്കി കാര്യങ്ങൾ നേടുക. ആ പതിവേ ഇപ്പോഴും ഇവിടെ തെറ്റിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ വാസ്തവ. ഇക്കാര്യത്തില് എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ കുട്ടി പറഞ്ഞത് സത്യമാണ്. കൊട്ടാരം മണിമാല പുറത്തേക്കെടുക്കണമെങ്കിൽ അത് ആദ്യത്തെ പൗർണമി നാളിൽ തന്നെ വേണം എടുക്കാൻ. അല്ലാത്ത പക്ഷം ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ദിവ്യത്വം നഷ്ടമായേക്കും. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? അപ്പോ ഞാൻ അടുത്ത പൗർണമി നാളിൽ വരാം. അടുത്ത പൗർണമിയാണല്ലോ ഈ വർഷത്തെ ആദ്യത്തെ പൗർണമി. എങ്കി പിന്നെ ഞാൻ പൊക്കോട്ടെ? പോയിക്കോ. കുഞ്ഞോളെ, അവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. അവള് പഠിച്ച കള്ളിയാ. ആ കുട്ടി ഒരു രാജകുടുംബാംഗമാണെന്ന് പറഞ്ഞത് വാസ്തവമാ. ലക്ഷണപ്രകാരം ഒരു രാജകുമാരിയുടെ എല്ലാ ലക്ഷണങ്ങളും അവളിലുണ്ട്. അവളുടെ സിരകളിൽ ഒഴുകുന്നത് രാജരക്തം തന്നെയാ. മാഡം, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്നാ പിന്നെ ഇവിടെ നടത്താൻ പോകുന്ന ഫംഗ്ഷന് ലക്ഷ്മിയെ ഈ കുടുംബത്തിലെ മരുമകളാക്കുമെന്ന് കുഞ്ഞുമോട് പറഞ്ഞിരുന്നു. എന്തെങ്കിലും വ്യത്യാസത്തിന് സാധ്യതയുണ്ടോ? ഈ രമാദേവി എനിക്കിട്ട് പണിയോന്നാ തോന്നുന്നത്. എങ്കിലിവക്കിട്ട് ഞാനും പണിയും. ചിന്നു, ഇന്നലെ ആ പുതിയ ഡ്രസ് ഇട്ടപ്പോ സൂപ്പറായിരുന്നു. അമ്മയ്ക്കും ചന്ദ്രമ്മയ്ക്കും ആ ഡ്രസ്സ് വളരെ ഇഷ്ടപ്പെട്ടു. അത് വാങ്ങുമ്പോ ചിന്നുവിന്റെ അളവിന് അത് കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൃത്യമായി. എനിക്ക് വേണ്ടി അളവെടുത്ത് തയ്പ്പിച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്തിനാ വെറുതെ വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങി പൈസ കളഞ്ഞ്? എനിക്കൊന്നും അറിയണ്ട. ഇന്നുച്ചയ്ക്ക് ഇവിടെ ഗസ്റ്റുകൾ വരും. ആ കൂട്ടത്തിൽ നീയും ഉണ്ടാകും.